ജി സുധാകരൻ ആലപ്പുഴയിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. മഴയൊക്കെ ഉണ്ടായിട്ടും ആളുകൾ നല്ല നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുന്നപ്ര വടക്ക് പഞ്ചായത്തിൽ 6ാം വാർഡാണ്. ഞാനും പിന്നെ VSV വാർഡില്ല. പക്ഷേ ഇത്തവണ വോട്ട് അദ്ദേഹത്തിൻ്റെ അവിടെ നമ്മുടെ പറവ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നല്ല രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ വികസനപരമായി നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നു. ഞങ്ങൾ വികസനം, അതിന് സമാധാനം, അഴിമതിയില്ലാത്ത വികസനം, ജാതിമത വർഗീയ ശക്തികൾ സ്പർശിക്കാത്ത വികസനം, ഇങ്ങനെയൊക്കെയുള്ള വളരെ ഉന്നതമായ ആശയങ്ങളാണ് ഞങ്ങൾ ഇത്തവണ പ്രചരിപ്പിച്ചത്. നല്ല ഉയർന്ന ചിന്താഗതി പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. അത് നല്ല ആവേശവും നല്ല ഫലവുമാണ്. ഈ ആലപ്പുഴയെ സംബന്ധിച്ച പ്രത്യേകത, അടിസ്ഥാന മൂല്യങ്ങൾ എപ്പോഴും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു. അപ്പോൾ ആളിളകുന്നത് സ്റ്റേറ്റ് സമ്മേളന ഉദാഹരണമാണ്. അപ്പോൾ അടിസ്ഥാന മൂല്യങ്ങൾ തന്നെ ഉയർത്തിപ്പിടിച്ചു. കാരണമായി വന്നതൊന്ന് RSSും BJPയും SNDPയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നുവെന്നുള്ള വളരെ ശോഭജനകമായ വാർത്തയാണ്. ആ ഒരു ചർച്ചയാണ് പ്രധാന കാരണമായിട്ട് വന്ന ഒരു കാര്യം. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ UPA ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനവും അഴിമതികളും കാര്യങ്ങളൊക്കെ നേരത്തെ പോലും പറയുന്നതാണ്. ഇപ്പോഴും ശക്തമായിട്ടുണ്ട്. ഇപ്പോഴും അഴിമതി കാണിച്ച മന്ത്രിമാരെയൊക്കെ നിലനിർത്തുന്നത് ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കോൺഗ്രസിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. അപ്പം ഞാനവിടെ 9ാം വാർഡുണ്ട്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഡെമ്മി സ്വയം തള്ളിക്കപ്പെടുകയാണ്. 9ാം വാർഡിലെ സ്ഥാനാർത്ഥിയും ഡെമ്മിയും 6ാം വാർഡിലാണ് എഴുതി കൊടുക്കുന്നത്. 6ാം വാർഡിൽ വരെ നോമിനേഷൻ കൊടുത്ത് വാലിഡായിട്ടുണ്ട്. അപ്പോൾ അതൊരു വഞ്ചനയാണ് കാണിച്ചത്. അപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവർ ചെയ്തതാണ്. അതവിടെ വലിയ പ്രശ്നമായി. ഞാനിന്നലെ 24ഓളം കോൺഗ്രസ് കുടുംബങ്ങൾ വിളിച്ചവിടെ. എല്ലാം ഈ മിഡിൽ ക്ലാസ് നായർ ഫാമിലികളും ഒരു SNDP ഫാമിലി, അവർ മൊത്തം ഇത്തവണ അവിടെ ഇടതുപക്ഷത്താണ്. ഒരു SC റിസർവേഷനായിട്ട് മാറി അവിടെ തൊഴിലാണ്. അപ്പം ആ ഒരു മാറ്റം കോൺഗ്രസ്സിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. CPMനെ പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥലങ്ങൾ ഒരു 1-2% ഉണ്ട് ജില്ലയിൽ. പക്ഷെ അതുകൊണ്ട് ഉണ്ടായ ആശയപരമായ മുന്നേറ്റവും രാഷ്ട്രീയമായിട്ടുള്ള ഉൾക്കാഴ്ചയും എല്ലാ വാർഡുകളിലും വന്നിരിക്കുകയാണ്. 1-2% വാർഡിൽ മാത്രമേ അത് ബാധിക്കാൻ ഇടയുള്ളൂ. അത് ഞങ്ങളുടെ തോൽവിയിലേക്ക് നയിക്കുമെന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് കുറച്ച് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെ ഒരു 1-2 സ്ഥലങ്ങളിലാകെ കൂടി ഇത് പ്രശ്നം വന്നിട്ടുള്ളത്. 1-2 സ്ഥലങ്ങളിലേ ഉള്ളൂ. മറ്റേ ജില്ലയിലാണ് 1-2% എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം ജാതിമത ശക്തികൾക്ക് അധികാരത്തോടാണ് ആഭിമുഖ്യം. അവർക്ക് അധികാരവും സമ്പത്തും ഏറ്റവും പ്രധാനമാണ്. എന്നാൽ മാത്രമേ ജാതി നേതാക്കന്മാർക്ക് അവർക്കൊരു പ്രാധാന്യം വരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഈ മുതലാളിത്ത വളർച്ചയുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കുമെന്നുള്ളത് മുൻകൂട്ടി നമുക്ക് അറിയാവുന്നവരാണ്. എന്നാലും കുറേ കാലം ഇവിടെ ഈ ആശയപരമായ ഉയർന്ന ചർച്ചകൾ വേണ്ടത്ര സ്ഫോടകാത്മകമായി നടന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അതിപ്പോൾ വീണ്ടും ആരംഭിച്ചു. അപ്പോൾ നല്ല മുന്നേറ്റം ഉണ്ടാവുമെന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ ഭാവിക്ക് ശോഭനമായ ഒരു വോട്ട് നടക്കുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷ. ഇന്നതിന് ഇന്ത്യയിൽ ഈ മാട്ടിറച്ചി കഴിക്കുന്നവരെ കൊല്ലുന്നു, എഴുത്തുകാരെ വെടിവെച്ച് കൊല്ലുന്നു, ഹരിജനങ്ങളെ ചുട്ടുകൊല്ലുന്നു, കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുന്നു, യുവാക്കൾ എഴുതിയാൽ അവിടെ കൈപ്പത്തി വെട്ടി മുറിക്കുന്നു, സ്ത്രീകളെ ബലാത്സംഗം പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വളരെ ക്ഷോഭജനകമായ ഒരു അന്തരീക്ഷത്തിൽ കേരളം വലിയ ഒരു എന്താ പറയുന്നത്, ചിന്തയുടെയും രാഷ്ട്രീയമായിട്ടുള്ള ഉയർന്ന നിലവാരത്തിൻ്റെയും വികസനത്തിൻ്റെ ഒരു ദീപനാളം കൊളുത്തുമെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാകെ വലിയ ആവേശമായിരുന്നു. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എത്ര നഗരസഭകൾ നമ്മൾ ആലപ്പുഴയിൽ നേടുമെന്നാണ് പ്രതീക്ഷ? അല്ല, ഞങ്ങളിപ്പോൾ എത്ര നേടുമെന്ന് ഫൈനലായിട്ട് പറയാൻ പറ്റില്ല. അത് വോട്ടെണ്ണണം. പക്ഷേ ആലപ്പുഴ നഗരസഭ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് നിലനിർത്തുമെന്നുള്ളതാണ് കിട്ടുന്നത്.